ഹായ് എവ്രി വൺ, ബിസിനസ് ബസ്സിൻ്റെ പുതിയൊരു കോഴ്സാണ് ഹൗ ടു സ്റ്റാർട്ട് എ ഫുഡ് ബിസിനസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. ഇതിലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്തതിൽ ഒത്തിരി സന്തോഷം. നിങ്ങൾക്കിത് എക്സ്ട്രീംലി ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങളൊരു ഫുഡ് ബിസിനസ് തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് കവർ ചെയ്യുന്ന ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിലൊരു ഫുഡ് ബിസിനസ് തുടങ്ങുമ്പോൾ, അതായത് എസ്പെഷ്യലി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുഡ് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, എവിടെ നിന്നാണ് നമുക്കിതിൻ്റെ പാക്കേജിങ് മെറ്റീരിയൽസ്, നമുക്കിതിനായിട്ടുള്ള ടെക്നിക്കൽ നോളേജ്, നമുക്കിനി ഫണ്ടിങ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ലോണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവെയിൽ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്, അത് എവിടെ നിന്നാണത് ലഭിക്കുക എന്നുള്ളത് നമുക്കറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് നമുക്ക് അതിനുള്ള ഇൻഫർമേഷൻ കിട്ടുക, എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു കൺസോളിഡേറ്റഡ് അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിരവധി വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും യൂട്യൂബിൽ ഉണ്ടാവാം. പക്ഷേ അതിനകത്ത് ഇല്ലാത്ത ഒരുപാട് എന്താ പറയുക, പെർട്ടിക്കുലർ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിരിക്കും, പക്ഷെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ബിസിനസ് ജേർണീനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒത്തിരി പോയിന്റ്സ് ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നേണ്ട കാര്യമല്ലേ, ഇതൊക്കെ യൂട്യൂബിൽ ഫ്രീ ആണല്ലോ, പിന്നെ ഇപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തത് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം ഒത്തിരി അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സും നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനെല്ലാം ഉപരിയായിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ്, എന്തെങ്കിലും ഒരു പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫുഡ് സർവീസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഒന്ന് എൻകറേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കൂടി നമ്മളൊരു മിനി MBA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസിൻ്റെ ഫസ്റ്റ് കോഴ്സാണിത്. ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ, പ്രത്യേകിച്ച് അങ്ങനെ വലിയ കടുംപിടുത്തങ്ങളൊന്നും നിയമങ്ങളിലില്ലാത്ത ഒരു ബിസിനസ്സാണ് ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒത്തിരി പേര്, വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് സൗകര്യമായിരിക്കും ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യാനായിട്ട്. കാരണം ഓൾറെഡി നമ്മുടെ വീട്ടമ്മമാരൊക്കെ ഒരുപാട് പേര് ഒത്തിരി കൈപ്പുണ്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ചെറിയ മുതൽ മുടക്കി തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് ഫുഡ് ബിസിനസ് തന്നെ നമ്മൾ ഫസ്റ്റായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തന്നെ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ട്, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് പക്ഷേ കിട്ടാതെ പോയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന കോഴ്സുകളിൽ എനിക്കത് കവറപ്പ് ചെയ്യാം. ഇനിയിപ്പം ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിന് തന്നെ ആഡ് ഓൺ ആയിട്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കമൻസൊക്കെ നിങ്ങൾ എനിക്ക് നൽകുക. അപ്പോൾ നമുക്ക് കോഴ്സിലേക്ക് കടക്കാം. വളരെ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ എന്താ പറയുക, ലൈറ്റ് മൈൻഡോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷേ ഒബ്വിയസ്ലി ബിസിനസ്സാണ് ചെയ്യുന്നത്, നമ്മൾ തീരെ ഒരു ഭയങ്കര ആയാസമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു 100 വട്ടം ആലോചിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ എല്ലാ സ്റ്റെപ്സും നമ്മൾ വളരെ അധികം ആലോചിച്ച് തന്നെ ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്. ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്ന് പറയാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്തൊക്കെ ഫുഡ് ബിസിനസ് ഉണ്ട്, അതായത് ഫുഡ് ബിസിനസ് തന്നെ നമുക്ക് പ്രൊഡക്ട്സ് ആയിട്ട് തുടങ്ങാം, അച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാറ്ററിംഗ് സർവീസ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഡയറക്റ്റായിട്ട് അത് സെർവ് ചെയ്യുന്ന രീതിയിലും കൊടുക്കാം. ഒരു ഹോട്ടലിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സർവീസായിട്ടും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഫുഡ് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ നമ്മളിപ്പോൾ ലോക്കൽ ബോഡിയിൽ, അതായത് മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നേടിയെടുക്കേണ്ട ലൈസൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫുഡിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ലൈസൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതിനാവശ്യമായിട്ടുള്ള പാക്കേജിങ് മെറ്റീരിയൽസ് എവിടെ കിട്ടും, ഇതിൻ്റെ റോ മെറ്റീരിയൽസ് നമുക്ക് എവിടെ കിട്ടും, നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ടിങ്ങുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് എവിടെയാണ് അസിസ്റ്റൻസ് ലഭിക്കുക, GST ആവശ്യമാണോ, പിന്നെ നമുക്കിതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, നമുക്കിതിൻ്റെ പാക്കേജ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടുണ്ടോ, ന്യൂട്രീഷ്യൽ ഫാക്റ്റിൻ്റെ ലേബൽ എവിടെ നിന്നാണ് കിട്ടുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ എല്ലാതും ഈ ഒരു കോഴ്സിൻ്റെ സ്കോപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അടിത്തറ ലഭിക്കാനായിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് കോഴ്സിലേക്ക് കടക്കാം.